ബാധയുടെ നമുക്ക് വോഫ് കിഷ്ണർ റിയാക്ഷൻ നോക്കാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ആദ്യം തന്നെ ഒരു ഹിന്റ് ഉണ്ട്, കൃഷ്ണർ. അപ്പോൾ ഒരു കൃഷ്ണന്റെ കാര്യം ആലോചിക്കണം, ഹിന്ദു മതത്തിലുള്ള ഒരു കൃഷ്ണന്റെ കാര്യം ആലോചിക്കണം. കൃഷ്ണന്റെ കാര്യം ആലോചിക്കുമ്പോൾ എന്ത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ആലോചിക്കണം, ഈ കൃഷ്ണന് ഒരു ബാധ്യത ഒഴിക്കാനായിട്ട് നമ്മുടെ കോച്ചും, അതായത് ഒരു സ്ഥാപനത്തിലെ ഒരു കോച്ചും അതേപോലെ തന്നെ അവരുടെ ഒരു അമ്മച്ചിയുണ്ട് എത്തലിൻ ഗ്ലൈക്കോള്, ഇവർ രണ്ടുപേരും കൂടെ ഒരു ബാധ ഒഴിപ്പിക്കാനായിട്ട് വരികയാണ്. ആ ബാധയുടെ പേരാണ് CH3CHO. എന്താണ്? CH3CHO. ഇതാണ് നമ്മുടെ അസറ്റാൽഡിഹൈഡ്. ബാധയുടെ പേരെന്താണ്? അസറ്റാൽഡിഹൈഡ്. ഇതിനെ ഒഴിപ്പിക്കാനായിട്ട് ഇത് എന്ത് ചെയ്തു? കൃഷ്ണൻ എന്ത് ചെയ്തു? 2 പുണ്യാഹങ്ങൾ തളിച്ചു, 2 പുണ്യാഹങ്ങൾ തളിച്ചു. അപ്പൊ NH2 എന്ന് കിട്ടി. ഇനി ഈ പുണ്യാഹങ്ങൾ തളിച്ചത് പോരാഞ്ഞിട്ട് ഇവർ അമ്മച്ചിയും ആ കോച്ചും കൂടെ കുറച്ച് അഡീഷണലി ഇവക്ക് ബാധയാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ അതുകൊണ്ട് എത്തിലിൻ ഗ്ലൈക്കനോളിലെ കൂടെ ഞാനിവിടെ ആഡ് ചെയ്തു. അപ്പോൾ ഇത് ഇങ്ങനെ നടന്നപ്പോഴത്തേക്കിനും എന്ത് സംഭവിച്ചു? ഈ ബാധയൊക്കെ അങ്ങോട്ട് ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുകയാണ് അല്ലേ. അപ്പം ഈ ബാധകളൊക്കെ അങ്ങോട്ട് മാറാനായിട്ട് പുള്ളി ഇങ്ങനെ പുണ്യാഹം തയ്ച്ചപ്പം ഒരു പുണ്യാഹവും ഒപ്പം തന്നെ കുറച്ച് വെള്ളവും കൂടെ അവിടെ തന്നെ കിടന്നു. അതായത് ഒരു NH2ഉം ഒരു H2Oയും കൂടെ അവിടെ കിടന്നു. ഇനി അതിനോടൊപ്പം തന്നെ ഇവിടെ പുണ്യാഹത്തിന് അവരിങ്ങനെ തളിച്ചപ്പോഴത്തേക്കിനും 2 മുഖങ്ങള് അവളുടെ തെളിഞ്ഞു വന്നു. അപ്പോൾ ഒരു ബാധയാണ് അസറ്റാൽഡിഹൈഡ്. ആ ബാധയെ തെളിയിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ബാധ മാറ്റാനായിട്ട് നമ്മുടെ കൃഷ്ണൻ 2 പുണ്യാഹം തയ്ച്ചു. ആ 2 പുണ്യാഹം തളിച്ചതാണ് NH2ഉം. അപ്പോഴത്തേക്കിനും ഇവരുടെ അമ്മച്ചി, അതായത് അമ്മച്ചിയാണ് നമ്മുടെ എഥിലിൻ ഗ്ലൈക്കനോള്, ഇവരും കോച്ചുണ്ട്, ഇവർക്കൊരു കോച്ചുണ്ട്. ആ കോച്ചും കൂടെ വന്നിട്ട് ഇങ്ങനെ ഹൈ പ്രഷറിൽ കൊടുത്തിരിക്കുക. അപ്പം ഇത് മാറി, ഈ ബാധ മാറിയിട്ട് എന്തോ ഉണ്ടായി? അവിടെ 2 സ്വഭാവ രീതിയിലുള്ള ബാധകൾ നിർമ്മിച്ചു. അതായത് CH3 ഡബിൾ ബോണ്ട് CH3, അതാണ് പറയുന്നത് 2 ബാധകൾ. അപ്പം 2 CH3 ആണ്, കൂടാതെ ഡബിൾ ബോണ്ടും ഉണ്ട്. ഇനി NH2 ബാധയിൽ ഒരു പുണ്യാഹം അവിടെ തന്നെ കിടപ്പുണ്ട് ഇപ്പോഴും. ഇനി അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെള്ളമായിട്ട് ഒരു പുണ്യാഹം അങ്ങ് മാറി. അതാണ് ഇപ്പം പറഞ്ഞ ഈ റിയാക്ഷൻ.